വയനാട്ടിലെ ചോല നായിക്ക കുടുംബത്തിൻ്റെ ദുരിത ജീവിതത്തിലേക്കാണ് നമ്മൾ ഇനി ക്യാമറ ചലിപ്പിക്കുന്നത്. മലയ്ക്ക് മുകളിൽ വനത്തിന് സമാനമായ പ്രദേശത്ത് വലിച്ചുകെട്ടിയ ടാർപോളിൻ ഷീറ്റിന് കീഴെയാണ് ഈ കുടുംബത്തിൻ്റെ നരക ജീവിതം. കൽപ്പറ്റയിൽ നിന്ന് 1 കിലോമീറ്ററോളം നടന്നു വേണം ഈ പ്രദേശത്ത് നമുക്ക് എത്തിച്ചേരാൻ. അടച്ചുറപ്പുള്ള ഒരു വീടും കൃഷി ചെയ്യാൻ അല്പം ഭൂമിയുമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കൽപ്പറ്റ നഗരസഭയിലെ റാട്ടക്കൊല്ലി മല കയറണം ചിന്നരാജു അനിത ദമ്പതികളുടെ വീട്ടിലെത്താൻ. നടത്തത്തിനൊടുവിൽ ചെങ്കുത്തായ മലയുടെ ചെരുവിൽ ഒരു വീട് കണ്ടു. വീടെന്ന് വിളിക്കാനാകുമോ എന്നറിയില്ല. ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടിയ, തറ ചാണകം മെഴുകിയ ഒരു ഒറ്റമുറി കൂര. വെളിച്ചമില്ല. ടോർച്ച് ലൈറ്റിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. ചിന്നരാജുവും അനിതയും പ്രാക്തന ഗോത്ര സമൂഹമായ ചോലനായിക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. കഴിഞ്ഞ ദിവസമാണ് ചിന്നരാജുവിൻ്റെ അച്ഛൻ മരിച്ചത്. അടക്കിയത് ഈ കൂരയ്ക്ക് തൊട്ടുതാഴെയുള്ള മണ്ണിൽ. ശരിക്കും ഒരു വീടാണ് ആവശ്യം. എന്നുവെച്ചാൽ നമ്മളെ ബുദ്ധിമുട്ട് ഇവിടെ ആരും കണ്ടറിയുന്നില്ല. പ്രൊമോട്ടർമാരും ആരും ഒരാളും കണ്ടറിയുന്നില്ല. അതായത് പ്രൊമോട്ടർമാരെ അടുത്ത് പറഞ്ഞാൽ അവർ അപ്പത്തേക്ക് തലതിരിഞ്ഞവർ പോകും. അങ്ങനെ ഒരു പേര് ഇവിടെ ഇല്ല, ലിസ്റ്റിൽ ഒരു പേരും ഇല്ല. അങ്ങനെയാണ് അവർ പറയുന്നത് പ്രൊമോട്ടർമാരൊക്കെ. അച്ഛൻ മരിച്ചിട്ട് 3 ദിവസമായി ഇവിടെ അടക്കം ചെയ്തിട്ട്. ട്രൈബലിൽ നിന്ന് സർക്കാർ ഭാഗത്ത് നിന്ന് ഒരു സഹായം നമുക്ക് കിട്ടിയിട്ടില്ല. 5 മക്കളുണ്ട്. അതിൽ 2 പേർ വൃക്കരോഗികൾ. രണ്ടാൾക്ക് അങ്ങനെ കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉണ്ടാകും. പെട്ടെന്ന് ഇങ്ങനെ നീര് കയറും. പിന്നെ കണ്ണും മുഖമൊന്നും കാണുന്നില്ല. പിന്നെ പെട്ടെന്ന് കുട്ടി തളർന്നു പോകും. ചെറുതിന് അങ്ങനെ തന്നെ 4 വയസ്സായ മോന് ഒരു 8000 ഉറുപ്പ്യൊക്കെ വേണം 2 പേർക്ക് മരുന്ന് വാങ്ങണമെങ്കിൽ. അത് ഞാൻ ഇതിലുണ്ടാക്കും. പ്രൊമോട്ടർ അടുത്ത് പറഞ്ഞാൽ ഇവിടെ ഫണ്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാനായിട്ട് ഇങ്ങനെ പണിക്ക് പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടാണ് അല്ലെങ്കിൽ വല്ല വീട്ടു ജോലിക്കോ ആരെങ്കിലും ക്ലീനിങ്ങിനൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെ പോകും. ആ പണിയെടുത്തിട്ട് കിട്ടുന്ന പൈസയും കൊണ്ട് എൻ്റെ കുട്ടിയൊക്കെ മരുന്ന് വാങ്ങും, വീട്ടു ചെലവിനും എടുക്കും. മണ്ണിൻ്റെ മക്കളാണ്. പക്ഷേ സ്വന്തമായി മണ്ണില്ല. കൃഷി ചെയ്യാൻ മണ്ണ് വേണം. അതിലൊരു അടച്ചുറപ്പുള്ള കൊച്ചു വീടും വേണം. ഇവിടെ നിന്ന് മാറാൻ തയ്യാറാണ് രാജുവും അനിതയും മക്കളും. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. എന്തായാലും സങ്കടകരമായ ഒരു കാര്യമാണ്. ഈ ചോലനായിക്ക വിഭാഗത്തിൻ്റെ ദുഃഖങ്ങൾക്ക് അറുതിയാകട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. കേരളത്തിലെ ആദിവാസി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചെലവഴിച്ച ഒരുപാട് കോടികളുണ്ടായിരുന്നെങ്കിൽ അവിടെയൊക്കെ പല നില കെട്ടിടങ്ങൾ ഉയർന്നേനെ എന്ന കാര്യത്തിൽ സംശയമില്ല. എവിടെയാണ് ഇത് ചോർന്നു പോകുന്നത് എന്നറിയില്ല. ഇടനിലക്കാർ കൊണ്ടുപോവുകയാണോ, മറ്റാരെങ്കിലും തട്ടിയെടുക്കുകയാണോ എന്നറിയില്ല. ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ട സമയമായി.